ഹലോ ഗൈസ്, ഞാൻ കിൽത്താൻ ദ്വീപിൽ നിന്ന് കടമത്ത് ദ്വീപിലേക്ക് പോവുകയാണ് ഗൈസ്. കടമത്ത് ദ്വീപിൽ നിന്ന് എത്രയും പെട്ടെന്ന് വെസലോ ബോട്ടോ കപ്പലോ എന്തെങ്കിലും കിട്ടിയാൽ കവരത്തി ദ്വീപിലേക്ക് പെട്ടെന്ന് വരും. ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ ഒരു മൂഡില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ബോട്ടുകാരൻ പറഞ്ഞു നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ എങ്ങോട്ട് പോകണ്ടെന്ന് അറിയിച്ചിട്ട് ഞങ്ങളൊക്കെ പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അപ്പോൾ കിൽത്താൻ ദ്വീപിൽ നിന്ന് വെസൽ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ പുറത്തോട്ട് പോയി കിൽത്താൻ ദ്വീപ് പണിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടാണ് കടമൻ ദ്വീപ് കാണുന്നത്. കിൽത്താൻ ദ്വീപിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് നല്ലൊരു കടലുണ്ടായിരുന്നു. നല്ല കുലുക്കിക്കൊണ്ടാണ് ഈ ദ്വീപിൽ നിന്ന് പുറപ്പെടുന്നത്. കുറച്ച് പോയി കഴിഞ്ഞാൽ കടലൊക്കെ അടങ്ങുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പോയിട്ട് അടങ്ങുന്നില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഏകദേശം അടങ്ങാറായി. പഞ്ഞെങ്കിൽ കുറച്ച് പോയാൽ അപ്പോൾ കാണാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് ഇത്. ഇപ്പോൾ കടലൊക്കെ ഏകദേശം അടങ്ങി. അപ്പോൾ അങ്ങനെ കടമൻ ദ്വീപ് കാണുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എളിയും. അപ്പോൾ ഏകദേശം അടുത്തെത്താറായി. കടമത്ത് ദ്വീപിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മളിപ്പോൾ നേരിട്ട് ജെട്ടിയിലോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ മെയിൻ ജെട്ടിയിലോട്ടാണ് ഇവിടെ അടുപ്പിക്കുന്നത്. അപ്പോൾ അവിടോട്ടാണ് നമ്മൾ പോകുന്നത്. ഏകദേശം അടുത്തെത്തിയത് കണ്ട. അതുപോലെ തന്നെ ഇവിടുത്തെ ഹട്ട് എത്താറായി. ഇതാണ് ഹട്ട്. അപ്പം അങ്ങനെ പോയി ജെട്ടി എത്തി. അപ്പം ജെട്ടിക്ക് അടുപ്പിക്കുകയാണ്. അപ്പം ജെട്ടിയിൽ അടുപ്പിച്ച് ബാഗൊക്കെ എളിക്കുകയാണ്. ബാഗൊക്കെ എളിച്ചിട്ടാണ് ഞങ്ങൾ എളിയുന്നത്. അപ്പം എളിഞ്ഞിട്ട് അപ്പോഴാണ് ഞങ്ങൾ കറങ്ങാൻ പോയത്. അപ്പോഴാണ് ഒന്നുകൂടി ജെട്ടിക്ക് വന്നത്. അപ്പോൾ കുട്ടികളൊക്കെ കുളിക്കുന്നത് കാണും. അപ്പോൾ അവർ എൻ്റെ ഫാൻസാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ വന്നാണ്. ഇവിടുത്തെ റോഡൊക്കെ കാണാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് നടന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് ഞങ്ങൾ കറങ്ങിപ്പോയിട്ട് നേരെ ലോഡ്ജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ലോഡ്ജിൻ്റെ പേര് ബീബീസ് എന്നാണ്. അപ്പോൾ ബീബീസിലേക്ക് നമ്മൾ പോവുകയാണ് ഗൈസ്. അങ്ങോട്ട് പോകുന്നത് പോലെ കുറേ റോഡൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്താണ് പോലീസ് സ്റ്റേഷൻ കാണുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തിലൂടെ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അടക്കാണ് ഗൈസ്. അപ്പം അങ്ങോട്ട് പോകുന്നതെന്നറിയില്ല. നമ്മളെ വ്ളോഗർ എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. എങ്ങോട്ടാ പോയി എത്തിയിരിക്കുമല്ലോ. എത്താവല്ലോ. ഇതാ വ്ളോഗറെ കൂട്ടിക്കൊന്ന് പോകുന്നതാണ്. എനിക്കൊന്നും അറിയില്ല കേട്ടോ. വ്ളോഗർ ഇതൊക്കെ എവിടെയാടാ പോലീസ് സ്റ്റേഷൻ എന്താ. അമ്മ ഇങ്ങനെ അതിനെ ചുറ്റി കൊണ്ടുപോയില്ല. അങ്ങനെ ചുറ്റി കൊണ്ടുപോയി നമ്മളെ മൊച്ചി വ്ളോഗർത്തടുത്ത് പോകണം. അതിന് ഗുജിരി ഫയർ എഞ്ചിനാണ്. ഗുജിരി ഫയർ എഞ്ചിൻ. അല്ലേ അത് നോക്കല. നമ്മളെ നാട്ടിലായിട്ടും കഷ്ടമായില്ലേ അവളെ. നമ്മളെ നാട്ടിൽ തന്നെ ഒന്നേ മുന്നിൽ പോയിപ്പി. ഇപ്പോൾ പുതിയ കൊണ്ടുകഴിഞ്ഞാൽ പോലീസ് വണ്ടിയൊക്കെ ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഒരു കലങ്ങി ട്രിപ്പർ ഇട്ടിരിക്കുകയാണ് ഗൈസ്. ട്രിപ്പർ
ഇതാണ് ട്രിപ്പർ. ഞങ്ങളുടെ നാട്ടിൽ ഇതാണ് പറയുന്നത്, ട്രിപ്പർ. ഗൈസ് അതാ ഞങ്ങൾ വന്ന് ഈ കടമത്ത് ദ്വീപിൽ ഇറങ്ങി ബോട്ട് പോവുകയാണ്. കാണില്ല, ഞാൻ കാണിച്ചു തരാം. ബോട്ടാണ്, ഇതാ പോകുന്ന ബോട്ടാണ്. അതാണ് ഞങ്ങൾ വന്ന ബോട്ട്. അത് ഞങ്ങൾ ഓടിക്കൊണ്ടുവന്ന ബോട്ടാണ്. അടുത്ത ഗൈസ് ഓട്ടോ സ്റ്റാൻഡ്. ഓട്ടോ സ്റ്റാൻഡ്. യുവർ ദിസ് ഈസ് ഓട്ടോ സ്റ്റാൻഡ്. ഓട്ടോ വിൽക്കുന്ന സ്റ്റാൻഡല്ല, ഓട്ടോ ഓടിക്കുന്ന സ്റ്റാൻഡാണ്. ഇങ്ങോട്ട് എന്താ പറയാ, ഇങ്ങോട്ട് ഇതൊക്കെ ഉണ്ടോ ഓട്ടോ സ്റ്റാൻഡൊക്കെ എന്ന് പറയുന്നത്? ഫ്രീ വൈഫൈ ഗൈസ്, ഇവിടെ ഫ്രീ വൈഫൈ ലഭിക്കുന്നതാണ്. ഗൈസ് ഇതാ ഹോട്ടൽ. ഇതാ ഇത് കഴിഞ്ഞാൽ അവിടെ എത്തുന്നതാണ് നമ്മുടെ ഇത്. അയക്കാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോകണം. ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് താക്കോൽ കൊടുത്തിട്ട് വരാം. അങ്ങടെ റൂമിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണുള്ളത്. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന ബീബി ഖദീജ ഹോട്ടൽ. ഇതാണ് ലോഡിച്ച്. അങ്ങനെ നിൽക്കുന്ന റൂമിൻ്റെ പേരാണ്. ഗൈസ് ഇതാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തിലോട്ട് പോകുന്ന എടത്തേരു. സോറി ഗൈസ്, ചെരിഞ്ഞു പോയി. കാണുന്നതെന്ന് അറിയില്ല, പൊരുത്തപ്പെട്ടു ഗൈസ്. ഇവിടെ ലൈം ബ്ലാക്കൂലില്ലല്ലയാ. എടാ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ. സീറ്റ് ലൈറ്റ് ഉണ്ട്, കാണാൻ വെച്ചിരിക്കുകയാണ് സ്ട്രീറ്റ് ലൈറ്റ്. ഇതാ കത്തുന്നില്ല, എന്താന്നറിയില്ല. അങ്ങോട്ട് കിടക്കട. അവന് എൻ്റെ വീട്ടിലേക്കുള്ള തിരിവൊന്നും അറിയില്ല കേട്ടോ. ഗൈസ് ഞങ്ങൾ വന്ന് ഇരിഞ്ഞാടും ഭക്ഷണത്ത് കയറിയ ഹോട്ടലാണിത് ഗൈസ്. ഗൈസ് ഇതാ ഒരു പൂച്ച അങ്ങോട്ട് തിരുമുട്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. ഒരു പൂച്ച അങ്ങോട്ട് തിരുമുട്ടാക്കിയിരിക്കുകയാണ്. ആ സ്റ്റപ്പിൽ കയറിക്കൊണ്ട് പോവുകയാണ് ഗൈസ്. അയ്യോ ഇവിടെയൊക്കെ വിളിച്ചെന്നില്ല. അല്ലേ ഈ ചെയ്ത്തവണ ലേറ്റാണ്. ചെയ്ത്തവണ ലേറ്റ് ഇപ്പോൾ പോകും അതിന്. അടി ചെയ്ത്തവണ ലേറ്റാണ്. ഫ്രീഡം. ഹലോ ഗൈസ്, ഇതാ നമ്മൾ ലക്ഷദ്വീപിൽ കവരത്തിദ്വീപായ കുറേ തേണ്ടികൾ പോകുന്നു. ആ ഇതാണ് നമുക്ക് റൂമിലോട്ട് പോകാനുള്ള തിരിവ്. ആ ഈയിടെ ഹക്കീമിനുള്ള ഗൈസ്. ഹക്കീം ഇതാ കിടന്നിരിക്കുകയാണ്. ഹൈ ഗൈസ്, ഹക്കീം.